ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പം ബ്രെഡ് നമ്മൾ പല വിധത്തിലും പല രീതിയിലും പലരും ചെയ്തിട്ടുണ്ടാവും. ഈ രീതിയിൽ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം. ഞാനിവിടെ ബ്രെഡ് ചില്ലിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തത്. ഇത് 15 പീസ് ബ്രെഡ് ഉണ്ട്. ഇനി നിങ്ങൾ ഇതിൻ്റെ അളവ് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് മറ്റുള്ള സാധനത്തിന് വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതി. ഇത് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഓയിലൊന്നും ഉപയോഗിക്കാതെയാണ് കേട്ടോ ടോസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഓയിലൊക്കെ ഡീപ്പ് ഫ്രൈ പോലെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ ബ്രെഡാണ്, അതുകൊണ്ട് ഒരുപാട് ഓയിലൊക്കെ കുടിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഇതേപോലെ ഒരു ദോശക്കല്ലിൽ നമുക്കൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും എടുത്ത് മാറ്റി വയ്ക്കാം. നമുക്കെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഞാനിപ്പം മുഴുവനും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഞാനിപ്പം ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം. നമുക്ക് മുഴുവനും ഇതേപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മുഴുവനും ഞാൻ മുറിച്ച് മാറ്റി. ഇനി നമുക്ക് ഇതൊന്ന് ഒരു മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം അല്പം ജീരകം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർക്കാം. പിന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ ഉള്ളി, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർക്കാം. ഇത് നിങ്ങൾ ഒരു കളറാണ് ക്യാപ്സിക്കം എടുക്കുന്നതെങ്കിൽ ഒരു വലിയ ക്യാപ്സിക്കം എടുത്താൽ മതി. എൻ്റെ അടുത്ത് 3 കളർ ക്യാപ്സിക്കം ഉള്ളത് കൊണ്ട് ഞാൻ 3ഉം കൂടെ അല്പമായിട്ട് ചേർത്തിട്ട് അളവ് നോക്കുമ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ അളവേ വരുള്ളൂ കേട്ടോ. ഇനി ക്യാപ്സിക്കം ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ഒരു 3/4 സ്പൂൺ ഗരം മസാല ചേർക്കാം. അതിൻ്റെ കൂടെ 1/2 സ്പൂൺ ജീരകപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, എല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മസാലപ്പൊടികളുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് പോലെ തോന്നി. അതുകൊണ്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ടോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് മസാല എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ഒരു 2 മിനിറ്റ് ഒന്ന് സിമ്മിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അല്പം മല്ലിയില തൂവി കൊടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് ചില്ലി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും. പിന്നെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി, നമസ്കാരം.